കേരള മെക്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എറണാകുളം പെർഫെക്റ്റ് മോട്ടോഴ്സ് ലേത്തിലാണ്. ഈ ഒരു ലേത്ത് വർക്ക്ഷോപ്പിലാണ് നമ്മുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒക്കെ ലേത്ത് വർക്ക് നമ്മൾ കൊടുക്കുന്നത്. പേര് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇവരെല്ലാ വർക്കും ഇവിടെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പിസ്റ്റൺ എല്ലാം കറക്റ്റായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കണക്റ്റിംഗ് റോഡൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് ബിയറിംഗ് എല്ലാം പുതിയതായിട്ട് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നമ്മുടെ ഹെഡിൻ്റെ വർക്കുകളെല്ലാം തീർത്ത് നല്ല അടിപൊളിയാക്കി ഹെഡ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരുപാട് പ്രേക്ഷകർ അന്വേഷിച്ചിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ഇച്ചിരി ഡിലേ ആയി. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് ഓൺ പ്രോഗ്രസ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കിലാണ്. സംഭവം തീർന്നില്ല. ഒരുപാട് കാലമായിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ഡിലേ ആവും. സോ ഗൈസ് അതിൻ്റെ പിന്നാലെ ആയതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് ഡിലേ ആവുന്നത്. എഡിറ്റ് ചെയ്യാനൊന്നും നേരം കിട്ടുന്നില്ല. സോ ഗൈസ് നമ്മുടെ ഹെഡിൻ്റെ ഒരു അവസ്ഥയാണ്. ഇത് സർവീസിന് കഴിഞ്ഞതിന് ശേഷം, അതായത് ഹെഡിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാൽ ഗൈഡ് സ്റ്റെം സീലുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഹെഡ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഉള്ള വാൽവുകൾ മാറേണ്ട കണ്ടീഷനുണ്ടായിരുന്ന വാൽവെല്ലാം മാറ്റിയിട്ടുണ്ട്, റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സീറ്റിംഗ് എല്ലാം വീണ്ടും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ പമ്പാണ് ഈ സംഭവം. നമ്മുടെ ടൈമിംഗ് കവറും ഓയിൽ പമ്പും ഒറ്റ സെറ്റായിട്ടാണ് വരുന്നത്. അത് പക്കയായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാറിയ ഒരു കണക്റ്റിംഗ് റോഡാണ് ഗൈസ് നമ്മൾ ഈ കാണുന്നത്. ഈ കണക്റ്റിംഗ് റോഡ്, അതായത് നമ്പർ 1 പിസ്റ്റണിൽ നമ്പർ 1 സിലിണ്ടറിൽ വരുന്ന കണക്റ്റിംഗ് റോഡാണിത്. ഇതിനായിരുന്നു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മാറുകയാണ്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ ഓക്കെയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം റീയൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലേറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വേറെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിസ്റ്റൺ വീണ്ടും റീയൂസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബിയറിങ്സ്, നമ്മുടെ ബിഗ് എൻഡ് ബിയറിങ്സ് നമ്മൾ പുതിയിടുന്നുണ്ട്. പിന്നെ മണ്ടയ്ക്ക് നിൽക്കുന്ന കോട്ടിംഗ് എല്ലാം നമുക്കൊന്നും കൂടി ഗ്രൈൻഡ് ചെയ്ത് ഇച്ചിരി കൂടി ക്ലിയർ ആക്കിയിട്ട് പ്ലേ ചെക്ക് ചെയ്തിട്ട് വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം നേരത്തെ ഈ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പിസ്റ്റൺ എല്ലാം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതേപോലെ ഈ ഒരു രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ബിയറിങ് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ പിസ്റ്റണിൻ്റെ റിങ്സ് ഈ ഒരു രീതിയിലാണ് നമുക്ക് പുതിയ റിങ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പുത്തൻ റിങ്സ് നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ പിസ്റ്റണിലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മാറിയ കണക്റ്റിംഗ് റാഡ് സൈഡാക്കി കഴിഞ്ഞാൽ ബാക്കി 4 കണക്റ്റിംഗ് റാഡ് പിസ്റ്റൺ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ ഒരു കണക്റ്റിംഗ് റാഡാണ് പുതിയത്, ബാക്കി 3 പഴയതാണ്. ഈ ഒരു കണക്റ്റിംഗ് റാഡ് നമ്മൾ പുതിയത് മാറേണ്ടി വന്നിട്ടുണ്ട്. ബാക്കി 3 പെർഫെക്റ്റ് കണ്ടീഷനാണ്, നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കണക്റ്റിംഗ് റാഡ് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നേരത്തെ രണ്ട് പാർട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി ഇട്ടേക്കുന്ന വീഡിയോസ് ഉണ്ട്, അതിനകത്ത് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. നമ്മളിവിടെ ഹെഡ് അസംബ്ലി സെറ്റ് ചെയ്തു. ടോപ്പ് കവറാണ് ഫിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. റോക്കറും നമ്മുടെ ഹൈഡ്രോളിക് ക്ലാഷ് അഡ്ജസ്റ്ററെല്ലാം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമിങ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് കാണിക്കേണ്ടത്. ടർബോ നമ്മുടെ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ടർബോ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് പ്രീവിയസ് വീഡിയോസിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് തീർത്തിട്ട് അപ്പോൾ നമുക്ക് വണ്ടി ഓൾറെഡി ഞാൻ ഓവർനൈറ്റ് റണ്ണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടു, ചെക്ക് ചെയ്തു. ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടിങ്ങും. ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടാൽ നമുക്കറിയാം അത്യാവശ്യം ഓക്കെയാണ്. സൈലൻ്റ് ആയിട്ടുണ്ട് നേരത്തേക്കാട്ടിലും. അൺയൂഷ്വലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുടച്ചിലും കാര്യങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. നേരത്തെ ഭയങ്കര ഒരു വൈബ്രേഷൻ ആയിരുന്നു. ആ ഒരു വൈബ്രേഷൻ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി സ്മോക്കിൻ്റെ കാര്യം, നമുക്ക് ബാക്കിൽ ഇതിൻ്റെ സ്മോക്ക് ചെക്ക് ചെയ്യാം. പ്രീവിയസ് വീഡിയോയിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും സ്മോക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഒരു തരത്തിലുള്ള വൈറ്റോ ബ്ലൂവോ ബ്ലാക്കോ ഒരു തരത്തിലുള്ള സ്മോക്ക് പോലും ഇപ്പം നമുക്കിവിടെ കാണാനില്ല. അപ്പം വണ്ടി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. വേറെ ഓയിൽ എക്സസീവായിട്ട് ബേൺ ആവുകയോ ഫ്യൂൽ ഇംപ്രോപ്പറായിട്ട് കമ്പസ്റ്റ് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് ഈ സംഭവം കൊണ്ടൊരു ട്രയൽ പോകും. അതിനേക്കാളും മുന്നേ RPM ഫ്ലക്ച്വേഷൻ പ്രീവിയസ് പാർട്ടിൽ, അതായത് ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്കിവിടെ മാറി കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കണ്ടമാനം ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ട്രയൽ പോയി വന്നിട്ട് വീണ്ടും ഒന്നും കൂടി സ്മോക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓടിച്ച് നോക്കി. ഇപ്പം വീണ്ടും ഒന്ന് സ്മോക്ക് ചെക്ക് ചെയ്താൽ വേറെ സ്മോക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഓക്കെയാണ്. നമുക്ക് എക്സോസ്റ്റിൽ നിന്ന് പോകുന്ന ആ സൗണ്ട് മാത്രം നമുക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. വേറെ ഒരു സൗണ്ടും ബഹളോ ഒച്ചപ്പാടോ ബഹളോ സ്മോക്കോ ഒന്നും തന്നെ ഇല്ല, നോർമലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഇനി ഞാൻ അന്ന് പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ഒരു വോക്സ് വാഗൻ്റെ വെൻറ്റോടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതായി കാണുന്ന വോക്സ് വാഗൻ്റെ വെൻറ്റോടെ ടോപ്പ് പോർഷനാണ്, എഞ്ചിൻ്റെ ടോപ്പ് പോർഷനാണ്. നമ്മൾ മാനിഫോൾഡ് ഊരി കഴിഞ്ഞാൽ ഹെഡിലേക്ക് പോകേണ്ട ഹോളുകളും കാര്യങ്ങളാണ്. ഇത്രയും അധികം കരി ഇതിനകത്തുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് എന്താണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 2,47,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു വണ്ടിയാണ്.
കണ്ടമാനം ടാപ്പറ്റ് നോയ്സ് ഉണ്ടായിരുന്നു വണ്ടിക്ക്, പവർ ലാഗ് ഉണ്ടായിരുന്നു, തീരെ പവറില്ലായിരുന്നു. അങ്ങനത്തെ കേസിലാണ് വന്നേക്കുന്ന വണ്ടി. അപ്പം കംപ്ലീറ്റ്ലി കരി അടിഞ്ഞ് ചോക്കായിട്ടുണ്ട്. EGR പാസേജിൻ്റെ അവസ്ഥ ഇതാണ്, മാനിഫോൾഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രയ്ക്ക് അധികം കരി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇഞ്ചിന് വലിയ മേജർ പ്രോബ്ലംസ് വരാം. അപ്പോൾ ഇതിനകത്ത് ടാപ്പറ്റ് അടി നല്ലോണം ഉണ്ട്. അപ്പോൾ എഞ്ചിൻ കംപ്ലീറ്റ്ലി ഡെഡ് ആകുമ്പം എഞ്ചിനിലേക്ക് തൊട്ടാൽ മതി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് നമ്മൾ വേറെ വലിയ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ പണികൾ എടുക്കുന്നില്ല. അതിനകത്ത് ഡീകാർബണൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് വണ്ടി ഒന്ന് അത്യാവശ്യം റണ്ണിങ് ആക്കിയിട്ട് അങ്ങ് വിടുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതായി കാണുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നിറയും കാർബണാണ്. നമ്മളിപ്പോൾ നമ്മുടെ മാനിഫോൾഡിലെ ഹോളുകളിലൂടെ ഒരു ടോർച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഉപയോഗിച്ച് നമ്മളൊന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ത്രോട്ടലിൻ്റെ പൊസിഷനിലൂടെ പ്രോപ്പറായിട്ട് കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലാണ് അതിനകത്ത് കാർബൺ അടിഞ്ഞേക്കുന്നത്. നമ്മൾ ലൈറ്റ് ഓണാക്കി, ലൈറ്റിൻ്റെ പവർ കൊണ്ടല്ലോ ഈ ലൈറ്റ് നമ്മൾ ഈ ഒരു ഹോൾസിനകത്ത് കൂടി അടിക്കുകയാണെങ്കിൽ ത്രോട്ടലിൻ്റെ പൊസിഷനിൽ നിന്ന് ത്രോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് വെട്ടം കിട്ടത്തില്ല. അത്രയ്ക്കും ചോക്കാണ്, അത്രയ്ക്കും ബ്ലോക്കാണ്. അതായത് വണ്ടി സഫോക്കേറ്റ് ചെയ്താണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പവർ കിട്ടത്തില്ല. അപ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്ന് ക്യാമറ വെച്ച് നോക്കാം. നമ്മൾ ക്യാമറ വെച്ചു. വളരെ ചുരുക്കം ചെറിയ ഏരിയയിലൂടെ മാത്രം നമുക്കിവിടെ ലൈറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയ്ക്കും ഡേർട്ടി ആയിട്ടുണ്ട് സംഭവം. എനിവേ, നമുക്കിത് ക്ലീൻ ചെയ്തിട്ടൊന്നും കൂടി ചെക്ക് ചെയ്യാം. എക്സോസ്റ്റിൻ്റെ പാസേജ് നമുക്കിവിടെ കാണാം. എക്സോസ്റ്റിൻ്റെ നമ്മുടെ EGR വരുന്ന ബൈപ്പാസ് പാസേജാണത്. അതുപോലെ EGR പൈപ്പ്, EGR വരുന്ന ഇൻടേക്കിലേക്ക് വരുന്ന പൈപ്പ്. അപ്പോൾ ഈ ഒരു അസംബ്ലി മാത്രമല്ല, ഈ ഇഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന EGR അസംബ്ലി അടക്കം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മാനിഫോൾഡ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. മാനിഫോൾഡ് ഉൾവശം ഇപ്പം നേരത്തെയും ഇപ്പോഴത്തെ തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി പ്ലേ ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ലൈറ്റ് അടിച്ചിട്ട് ചെക്ക് ചെയ്താൽ അറിയാം എത്രത്തോളം സംഭവം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ച് ഒന്ന് വെട്ടമടിച്ചിട്ട് ക്യാമറയും കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. വെട്ടം എല്ലാവർക്കും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയ്ക്ക് ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം വെട്ടം പോലും കടന്നു പോകാത്ത ഒരു സ്ഥലത്ത് കൂടെ എങ്ങനെയായിരിക്കും എയർ പോവുക എന്നുള്ളൊരു ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ നമുക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയത്. മോശം കണ്ടീഷനിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ശരിക്കും മേജർ സർവീസ് ഒന്നും ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. ഇപ്പം ഫാർ ബെറ്ററാണ്, വണ്ടി കുറച്ചധികം കാലം ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഇൻടേക്കിലേക്ക് വരുന്ന പാസേജുകളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കരി, ഈ ഒരു കരി നോക്കിക്കേ, ഏകദേശം 1 കിലോയ്ക്ക് മേളിലുണ്ടാവും. ഇത്രയും കരിയാണ് ആ ഫോക്സ്വാഗൻ നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി. ഇത്രയും കരി നമ്മൾ വേറെ എന്തെങ്കിലും വിധത്തിൽ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോയി, വേറെ എന്തെങ്കിലും ഫ്ലൂയിഡോ ഗ്യാസോ ഉപയോഗിച്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയി കത്തിച്ച് കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഇഞ്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, അങ്ങനെ ചെയ്താൽ വണ്ടിക്ക് ഇഞ്ചിനുള്ളിൽ പ്രീഗ്നീഷൻ ഉണ്ടാവും. പ്രീഗ്നീഷൻ വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സീവിയർ ഡാമേജസ് വരാം. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് പ്രീഗ്നീഷനാണ്. അപ്പോൾ പ്രീഗ്നീഷൻ എന്താണെന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു ഡെമോ തരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് പ്രീഗ്നീഷനാണ്. പ്രീഗ്നീഷൻ ഉണ്ടായത് കാരണമാണ് ഇതിൻ്റെ ഈ കണക്റ്റിംഗ് റോഡിന് ബെൻഡ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്കൊരു ബെൻഡായിട്ടോ കാര്യമായിട്ടൊന്നും കാഴ്ചയിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എങ്കിൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ സംഭവം പിസ്റ്റൻ്റെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന് ബെൻഡ് ഉണ്ടെന്ന്. മാത്രമല്ല, മറ്റു പല രീതിയിൽ ഇതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബെൻഡ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കേസിൽ വന്നേക്കുന്നത് പ്രീഗ്നീഷനാണ്. പ്രീഗ്നീഷൻ ഒരു കാരണം മാത്രമല്ല ഇത് ബെൻഡ് ആവാൻ. പല വണ്ടികൾക്കും നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് പല വണ്ടികൾക്കും ഹൈഡ്രോലോക്ക് ഉണ്ടായത് ഈ സംഭവം സെയിം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സിലിണ്ടേഴ്സിനുള്ളിൽ, എഞ്ചിൻ സിലിണ്ടേഴ്സിനുള്ളിൽ വെള്ളം കടന്നു നിന്നിട്ട് ഈ സംഭവം കണക്റ്റിംഗ് റോഡിന് എക്സസ് പ്രഷർ വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ റെവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണക്റ്റിംഗ് റോഡ് ബെൻഡ് ആവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല കാരണങ്ങളാൽ. പിന്നെ നമ്മൾ എക്സസ് ലോഡ്, അതായത് ഭയങ്കരമായിട്ട് ഹൈ ആക്സലറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ സഡനായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പം ക്രാങ്ക് ഷാഫ്റ്റിനോ കണക്റ്റിംഗ് റാഡിനോ കംപ്ലൈൻറ്റുകൾ വരാം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്രീഗ്നീഷനാണ്. ഇനി പ്രീഗ്നീഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ പ്രീഗ്നീഷൻ സംഭവിക്കുമ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് ഒടിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു കേസിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ തരാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു ചെറിയ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചിൻ്റെ ചെറിയൊരു രൂപമുണ്ട്, നമുക്ക് ഈ കാണുന്ന പോലെ. അപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ കാണുന്ന കണക്ക് നമ്മുടെ ഒരു ഇഞ്ചിൻ സിലിണ്ടറാണ്, ഇതിനകത്ത് നമ്മുടെ ഒരു പിസ്റ്റൺ, അതേപോലെ ഇവിടെ നമ്മുടെ ഇത് കണക്റ്റിംഗ് റാഡ്. ഈ കണക്റ്റിംഗ് റാഡ് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ സ്വിഫ്റ്റിൽ നിന്ന് നമ്മുടെ ഡിസയറിൽ നിന്ന് ഊരിയെടുത്ത കണക്റ്റിംഗ് റാഡ് പോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ഐ ഹോൾ ഉണ്ട്, ഇവിടെ ഒരു ഐ ഹോൾ ഉണ്ട്. അതായത് ഈ ഒരു സ്മോൾ ഐ ഹോൾ നമ്മുടെ പിസ്റ്റനുമായിട്ട് കണക്ട് ആവുന്നു, ഈ ബിഗ് ഐ ഹോൾ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ആവുന്നു. ഇപ്പോൾ കണക്റ്റിംഗ് റാഡിൻ്റെ വർക്ക് എന്താ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷനെ ഈ ഒരു പിസ്റ്റൻ്റെ ലീനിയർ മോഷൻ ആക്കാനായിട്ട് ആണ് ഈ കണക്റ്റിംഗ് റോഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിസ്റ്റൻ്റെ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റോട്ടറി മോഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ബെൻഡ് എന്നുള്ള കാര്യത്തിലേക്ക് വരാം.
നമ്മുടെ എഞ്ചിൻസ് എല്ലാം നിലവിലെ എഞ്ചിൻസ് എല്ലാം 4 സ്ട്രോക്ക് എഞ്ചിൻസ് ആണ്. സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്ന 4 സ്ട്രോക്കിലാണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പവർ സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ പിസ്റ്റൻ്റെ പൊസിഷൻ ഏതാണ്ട് ടോപ്പ് ഭാഗത്തായിരിക്കും, നമ്മുടെ കണക്റ്റിംഗ് റാഡ് ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് ഡീസൽ എഞ്ചിനിൽ ഫൈനൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. കാരണം ഇപ്പോഴുള്ള ഈ CRD സിസ്റ്റത്തിലാണ് മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടിയാണ്. ഫൈനൽ ഇഞ്ചക്ഷൻ നടക്കുമ്പോഴാണ് ഇതിനകത്ത് കമ്പഷൻ നടന്നിട്ട് ഇവിടെ ഒരു ഭയങ്കരപ്പെട്ട ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ആ ഒരു പ്രഷർ കാരണമാണ് പിസ്റ്റൺ താഴത്തേക്ക് തള്ളപ്പെടുന്നത് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ, ഈ ഒരു തള്ളലിനെ നമുക്ക് റോട്ടറി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡ് നമുക്ക് സഹായകരമാകുന്നത്. ഈ കണക്റ്റിംഗ് റോഡ് വന്നിട്ട് ക്രാങ്ക് ഷാഫ്റ്റിനെ ഇങ്ങനെ റൗണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഗുണം ഇതിന് ഉണ്ട്. അപ്പോൾ ഇതൊരു പവർ സ്ട്രോക്ക് കഴിയുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനാണ്. ബാക്കിയുള്ള 3 സ്ട്രോക്ക്, പവർ സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സോസ്റ്റ്, സക്ഷൻ, കംപ്രഷൻ, ഈ ഒരു 3 സ്ട്രോക്ക് ഐഡൽ സ്ട്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഐഡൽ സ്ട്രോക്ക് ഈ ഐഡൽ സ്ട്രോക്കിൽ ഈ പിസ്റ്റനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ വെയിറ്റും കൊണ്ടാണ് ഒരു സംഭവം ബാലൻസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഫ്ലൈ വീലാണ് അതിനെ സഹായിക്കുന്നത്. ഫ്ലൈ വീലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡിസൈനുമാണ് അതിനെ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലൈ വീലിൻ്റെ ബാക്കിയുള്ള വെയിറ്റ് കാരണം ബാക്കിയുള്ള ഐഡൽ സ്ട്രോക്കിലേക്ക് പിസ്റ്റൺ തിരിച്ച് ഇതേപോലെ മേളിലോട്ട് വരികയും വീണ്ടും കംപ്രഷൻ സ്ട്രോക്കിൽ ഇവിടെ പവർ ജനറേറ്റ് ചെയ്യപ്പെടുകയും ഇവിടെ എക്സ്പ്ലോഷൻ നടക്കും മേളിൽ ടോപ്പിൽ. ആ എക്സ്പ്ലോഷനിൽ പവർ ജനറേറ്റ് ചെയ്യപ്പെടുകയും വീണ്ടും ഇത് താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡൽ സ്ട്രോക്കിൽ ഈ പിസ്റ്റൺ സപ്പോസ് ഇപ്പം മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഫോറിൻ കണ്ടൻറ്റ് ലൈക്ക് ഡീസൽ വണ്ടിയിൽ പെട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്പ്രേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രീ ഇഗ്നീഷൻ നടക്കും. അതായത് ഇവിടെ സംഭവിക്കേണ്ട എക്സ്പ്ലോഷൻ ചിലപ്പം ഈ ഒരു കണ്ടീഷനിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ കണക്റ്റിംഗ് റാഡിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റാഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഇവനെ മേളിലോട്ട് പുഷ് ചെയ്യുന്നു, അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. അപ്പോൾ സഡൻ ആയിട്ട് ആ ഒരു ഓപ്പോസിഷൻ വരുമ്പോഴത്തേക്ക്, ആ ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് വരുമ്പോഴത്തേക്ക് ഈ കണക്റ്റിംഗ് റാഡ് ഒന്നില്ല ഇവിടുന്ന് ഓടിക്കുകയോ അല്ലെങ്കിൽ ബെൻഡായി പോവുകയോ ചെയ്യുന്നു. അതാണ് ഈ ഒരു കേസിൽ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീ ഇഗ്നീഷൻ ഉണ്ടാകാൻ, ഈ ഒരു വണ്ടിയുടെ കേസിൽ, നമ്മുടെ ഈ ഒരു ഡിസയറിൻ്റെ കേസിൽ പ്രീ ഇഗ്നീഷൻ ഉണ്ടാകാനുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ ഡീകാർബണൈസ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും കെമിക്കലോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് സിലിണ്ടറിനുള്ളിൽ കടന്നു നിന്നിട്ട് പ്രീ ഇഗ്നീഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അല്ല എങ്കിൽ ഉള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഇഞ്ചക്ടേഴ്സ് അതിൻ്റെ ഫ്ലോ റേറ്റ് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നാലും, അതായത് ഇഞ്ചക്ഷൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇത്രയും നേരത്തേക്കാണ് ഫ്യൂൽ ഇഞ്ചക്ടർ ഓപ്പൺ ആയിരിക്കേണ്ടതും ഇത്രയും ടൈമിലേക്ക് അത് ക്ലോസ് ആയിരിക്കേണ്ടത്. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ എക്സ്പ്ലോഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണത്താലാണ് ഇവിടെ പ്രീ ഇഗ്നീഷൻ സംഭവിച്ചിരിക്കുന്നതും ഈ കണക്ടർ റാഡിന് ഈ ഒരു അവസ്ഥ വന്നേക്കുന്നതും. അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളവർ ശ്രദ്ധിക്കുക, ഡീസൽ വണ്ടികൾക്ക്, ഹെവി കിലോമീറ്റർ ഹൈ മൈലേജ് ഓടിക്കുന്ന വണ്ടികൾക്ക് ഡീകാർബണൈസ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒന്നും തന്നെ ഇല്ല. പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യുക. ഇതുപോലുള്ള എന്തെങ്കിലും നമ്മൾ ബൈപ്പാസ് അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഡെറ്റിൻ്റെ പണി കിട്ടിയേക്കാം. മാത്രമല്ല ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ഡീകാർബണൈസ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ മാത്രം ചെന്ന് വണ്ടി കാണിച്ച് ഈ സംഭവം ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രോബാക്സ് വരാതെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഹെൽത്തി ആയിട്ട് തന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.